ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചൂട് സമയത്ത് നമുക്കിത് ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതിയാവും, ദാഹവും വിശപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുക്കമ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള കുക്കമ്പർ എടുത്തിട്ട് അതിൻ്റെ നേർപകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതലായാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകണ്ട. ഈ ഒരു തേങ്ങ ചിരകിയതിന് പകരം തേങ്ങാ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും കുഴപ്പമില്ല. തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ തന്നെ ഇതിൽ മുന്തി നിൽക്കണം. അതിനായിട്ട് തേങ്ങാപ്പാൽപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, പുതിനയില ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ ഇട്ട് കൊടുക്കണം. എങ്കിലാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ അരിപ്പിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ നാരങ്ങയുടെ അരിയും കുരുവൊന്നും ഇതിൽ പെടരുത്. ഇനി ഇതിലേക്കൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. 3ഓ 4ഓ ആയിരുന്നാലും കുഴപ്പമില്ല. ഇനി ഓരോരുത്തർക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണമൊക്കെയാണ്. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ച് മാറ്റണം. അങ്ങനെ ഞാനിവിടെ അരിച്ച് മാറ്റി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല. അത് ഓരോരുത്തർക്കും ആ ഒരു ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ എത്രയാണോ വേണ്ടത് ഇതിൻ്റെ ആ ഒരു പുളിയും മധുരവും ഒക്കെ കറക്റ്റായി നിൽക്കുന്നതിൻ്റെ ആ ഒരു പരുവത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഒരു എരിവും ചെറിയ പുളിയും ചെറിയ ഉപ്പും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് നല്ല മധുരവും ആരെയും പിടിച്ചിരുത്തി കുടിപ്പിക്കുന്ന ആ ഒരു രീതിയിലുള്ള മണവും നല്ല ടേസ്റ്റുമാണ് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.